ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിലും CPM-ഉം ഇടത് സർക്കാരും പാഠം പഠിച്ചില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിലുപരി അഭിമാന പോരാട്ടമായി കണ്ടു മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തിയിട്ടും നിലമ്പൂരിൽ വിജയിക്കാനാവാത്തത് ഭരണവിരുദ്ധ വികാരമല്ലാതെ എന്ത് എന്ന ചോദ്യമാണ് ഇടതു പ്രവർത്തകർ പോലും അടക്കം പറയുന്നത്. രാഷ്ട്രീയ വിഷയങ്ങളും വികസനങ്ങളും പറഞ്ഞ് ആരംഭിച്ച പ്രചാരണം ഒടുവിൽ വർഗീയതയിലേക്ക് പോയി. സ്വയം കുഴിച്ച കുഴിയിൽ CPM വീണു. വോട്ടിന്റെ തൊട്ടു തലേ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ MV ഗോവിന്ദൻ നടത്തിയ RSS ബന്ധം സംബന്ധിച്ച പരാമർശം വലിയ തിരിച്ചടിക്കു കാരണമായതായും വിലയിരുത്തലുകളുണ്ട്. ഗോവിന്ദൻ സെക്രട്ടറി ആയ ശേഷം പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിനു വേണ്ട ഊർജം ഉണ്ടായിട്ടില്ലെന്ന വിമർശനവും CPM പ്രവർത്തകർക്കിടയിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം തികച്ചില്ല. ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പും ഉണ്ടാകും. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിക്കും CPM-നും നിർണായകമാണ്. ഭരണ തുടർച്ചയെന്നത് ആലോചിക്കുകയേ വേണ്ട എന്നാണ് വിലയിരുത്തലുകൾ ഉള്ളത്. UDF 100 സീറ്റുകളിൽ മുകളിൽ പിടിക്കുന്നത് തടയാൻ പോലും നിലവിലെ സാഹചര്യമോ സംവിധാനമോ പര്യാപ്തമല്ല. ഇടതു നേതാക്കൾ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് മുഖ്യമന്ത്രി തന്നെ നടത്തിയ ക്യാമ്പയിൻ പരാജയപ്പെട്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകളാണ് ഇടതുമുന്നണിയെ രക്ഷിച്ചത്. എന്നാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും ലീഗും ഒരുമിച്ച് UDF-നെ പിന്തുണക്കുന്ന സാഹചര്യത്തിൽ അത് പ്രതീക്ഷിക്കുക ബുദ്ധിമുട്ടാകും. പുറമെ MV ഗോവിന്ദന്റെ RSS പരാമർശം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കും. BDJS-ഉം BJP-യും ചേർന്ന് ഇടതുമുന്നണിയുടെ ഭൂരിപക്ഷ വിഭാഗ വോട്ടുകളിലും വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ടെന്ന മുമ്പേ CPM വിലയിരുത്തിയിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം, കഴക്കൂട്ടം, പാലക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ BJP വിജയസാധ്യത വെച്ചു പുലർത്തുന്നവയാണ്. ക്രൈസ്തവ വോട്ടുകൾ സമാഹരിച്ച് അട്ടിമറികൾ നടത്താനും BJP ലക്ഷ്യമിടുന്നു. CPM-ലെ ഹൈന്ദവ വോട്ടുകൾ പിടിക്കാനും BJP-ക്ക് പദ്ധതിയുണ്ട്. ഈ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് പ്രതീക്ഷിച്ചത്ര അനായാസമാകില്ല. CPM ജില്ലാ സമ്മേളനങ്ങളിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിമർശനം ഉയർന്നപ്പോൾ പിണറായി തന്നെ ജില്ലാ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു വിമർശനങ്ങൾ ഒതുക്കുകയായിരുന്നു. പക്ഷേ തിരുത്തലുകൾക്ക് സർക്കാർ തയ്യാറായില്ലെന്ന് മാത്രം. അവശേഷിക്കുന്ന 10 മാസം സർക്കാരിന്റെ വീഴ്ചകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്കൊപ്പം പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തമാക്കാനുള്ള നീക്കങ്ങൾ കൂടി ഉണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകും സമ്മാനിക്കുക. നിലമ്പൂരിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ പൊളിച്ചെഴുത്തുകൾ ആവശ്യമാണെന്ന് പ്രവർത്തകരുടെ ആവശ്യം. പൊളിറ്റിക്കൽ ഡെസ്ക്, ഇന്നറിയാൻ ന്യൂസ് കേരള. ലേഡീസ്, കിഡ്സ്, ജെന്റ്സ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കറ്റ്സിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമ്മാനുവൽ സിൽക്സിലെ ആടി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ? സിംഗിൾ പില്ലോ കവർ വെറും 29 രൂപയ്ക്ക്, 4 പീസ് തോർത്ത് വെറും 99 രൂപയ്ക്ക്, ബാത്ത് ടവൽ വെറും 99 രൂപയ്ക്ക്, ഡോർമാറ്റ് വെറും 19 രൂപയ്ക്ക്, സെക്സി ബാഗ് വെറും 19 രൂപയ്ക്ക്, സിംഗിൾ AC കംഫർട്ടർ വെറും 399 രൂപയ്ക്ക്, ഡബിൾ AC കംഫർട്ടർ വെറും 599 രൂപയ്ക്ക്, സാവിമുണ്ട് വെറും 99 രൂപയ്ക്ക്, ജെന്റ്സിന്റെ ഷോർട്സ് വെറും 99 രൂപയ്ക്ക്, ജെന്റ്സിന്റെ ട്രാക്ക് പാൻസ് വെറും 149 രൂപയ്ക്ക്, ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള 5 സ്ലീവ് ടീഷർട്ട് വെറും 179 രൂപയ്ക്ക്, ഷിഫോൺ സാരി വെറും 199 രൂപയ്ക്ക്, നല്ല ഭംഗിയുള്ള കോട്ടൺ സാരീസ് വെറും 199 രൂപയ്ക്ക്, 199 രൂപയ്ക്ക് ജെന്റ്സ് ഷർട്ട്സ്, വെറും 199 രൂപയ്ക്ക് തന്നെ ജെന്റ്സിന്റെ മുണ്ടുകൾ, 3 പീസ് ടീഷർട്ട് കോംബോ വെറും 299 രൂപയ്ക്ക്, 299 രൂപയ്ക്ക് ഫാൻസി സാരീസ്. പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് 40% ഓഫ്, 399 രൂപയ്ക്ക് ആർട്ട് സിൽക്ക് സാരി, വെറും 599 രൂപയ്ക്ക് ജീൻസിന്റെ പാൻസും, കൂടാതെ 599 രൂപയ്ക്ക് തന്നെ കോട്ടന്റെ പാൻസ്. ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് 2 പില്ലോ കവർ വെറും 399, കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് 2 പില്ലോ കവർ വെറും 599 രൂപയ്ക്ക്, സിംഗിൾ ബെഡ്ഷീറ്റ് വെറും 99 രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫ്ലാറ്റ് 50% വരെ ഓഫർ. 699 രൂപയ്ക്ക് സോഫ്റ്റ് സിൽക്ക് സാരി. ഈ ആടി സെയിലിന് ഒരുപാട് ഡ്രസ്സ് വാങ്ങിക്കാം, ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം. അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമ്മാനുവൽ സിൽക്സിലേക്ക്.